ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനില്ലേ നല്ലൊരു സേമിയ ബനാന പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നോമ്പൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കായ്പോളൻ്റെ ആ ഒരു ഫ്ലേവറിൽ നല്ല സേമിയ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ കായ്പോള. ഓക്കെ, അപ്പോൾ അതിനായിട്ട് 2 വലിയ പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ സാധാരണ കായ്പോളക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 വലിയ പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ പഴം എടുക്കുന്നുണ്ടെങ്കിൽ 3 പഴം വരെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരു നെയ്യിൽ പഴം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന പഴം നന്നായിട്ട് പഴുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പോളകൾക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അല്ലെ അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു കളറായിട്ട് വരണം. നന്നായിട്ട് വാടുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നെയ്യിൽ തന്നെയാണ്, വേറെ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ പാനിലുള്ള നെയ്യിൽ തന്നെ നമുക്കൊരു 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് ഒരു 3/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ മിക്സ് ഇവിടെ റെഡി ആവും കേട്ടോ. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. സാധാരണ ഈ സേമിയ പാലിലൊന്ന് വേവിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ സേമിയ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സംഭവം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് എഗ്ഗ് മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് വിസ്കോ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവോ കൂടിയോ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് മധുരം കേട്ടോ, 3 ടേബിൾ സ്പൂണ്. ഇനിയിപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിത് വാട്ടിയെടുത്തിട്ടുള്ള പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ആ ഒരു എഗ് മിക്സിൽ മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ നോക്കി പഞ്ചസാര കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പോളച്ചമ്പ് എടുക്കാം. ആ ഒരു പോളച്ചമ്പിൽ ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പോളച്ചമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അടിയിലൊരു പഴയ തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഒരു 3/4 ഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഒരു 3-4 ചെറീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ ഒരു പിടി കാഷ്നട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിതിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇടുന്നില്ല കേട്ടോ, ഇതിൽ തന്നെ ഡയറക്റ്റ് ഇടുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം വെന്ത ആ ഒരു സമയം ഉണ്ടാവല്ലോ, ഒരു 3/4 ഭാഗം വേവ്, ആ ഒരു സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ മൊത്തം 30 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മേൽഭാഗവും കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ഉള്ള ഒരു ഐറ്റമാണ്. നമ്മൾ കഴിക്കുമ്പോൾ സേമിയയും പഴമൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാം.
പിന്നെ റംസാൻ്റെ സമയത്തൊക്കെ ഇതെന്തായാലും ഒഴിച്ചുവിടാനാവാത്തൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.